ആ പുസ്തകം ബഹുമാനായ ശശി തരൂരിനെ ഏൽപ്പിച്ചതോടെ ഔപചാരികമായ പ്രകാശനം നടന്നതായി പ്രഖ്യാപിക്കട്ടെ. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നതിലുപരി ഐക്യ കേരളത്തിന്റെ, പ്രത്യേകിച്ച് മലബാറിന്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളുടെ ചരിത്രം കൂടിയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വികാസ പരിണാമങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ചരിത്ര വിദ്യാർത്ഥികൾക്കും വായനാ തൽപരർക്കും ഒരുപോലെ പ്രിയങ്കരമായി ഇത് മാറും. ചരിത്രം, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളെ കുറിച്ച് 24 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിൽ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ ആധ്യാത്മിക പ്രഭാഷകൻ, പണ്ഡിതൻ, അധ്യാപകൻ, വാഗ്മി, ഇങ്ങനെ നിരവധി മേഖലകളിൽ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ശ്രീകാന്തപുരത്തിന്റെ. ഇത്രയേറെ ബൃഹത്തായ പ്രവർത്തന മേഖലകൾ സ്വന്തമായുള്ള ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അത് സ്വന്തം കഥ മാത്രമാകില്ല, അനേകം ജീവിതങ്ങളുടെ പ്രതിഫലനം കൂടിയായി സ്വാഭാവികമായും മാറും. ഈ ആത്മകഥ വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരാനിടയുള്ള ഒരു കാര്യമുണ്ട്. ഉസ്താദ് എന്നാണല്ലോ അദ്ദേഹത്തെ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനീയനായ മുതിർന്ന അധ്യാപകൻ എന്നാണ്. ഏത് രീതിയിലാണ് അദ്ദേഹം ഗുരുവാകുന്നത് എന്ന് പരിശോധിച്ചാൽ പല മറുപടികൾ പറയേണ്ടി വരും. അധ്യാപക വൃത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അതോടൊപ്പം അല്ലെങ്കിൽ അതിലുപരി മതവിശ്വാസത്തിന്റെ മൂല്യങ്ങൾ ശരിയായ അർത്ഥത്തിൽ വിശ്വാസികൾക്ക് പകർന്നു നൽകിയ വ്യക്തി എന്ന നിലയിലാണ് പൊതുസമൂഹം അദ്ദേഹത്തെ ഉസ്താദ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മതവിശ്വാസം അഗ്നി പോലെയാണ്. അത് ആരുടെ കൈകളിൽ എത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ പ്രയോഗം. അഗ്നി എല്ലാം ചുട്ടുചാമ്പലാക്കുന്ന വസ്തുവാണ്. അതേസമയം വെളിച്ചം പകരുന്ന ദീപവുമാണ്. മതവിശ്വാസവും അതുപോലെ തന്നെയാണ്. അതിനെ സമൂഹത്തിൻ്റെ ഉത്കർഷത്തിനായി ഉപയോഗിക്കാം, സമൂഹത്തിൻ്റെ സംഹാരത്തിനായും ഉപയോഗിക്കാം. ഇതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സ്വീകരിച്ചത് അല്ലെങ്കിൽ പിന്തുടർന്നത് ആദ്യത്തെ വഴിയാണ്. മതത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തേണ്ടത് എങ്ങനെയെന്ന് സ്വജീവിതത്തിലൂടെ തലമുറകളെ പഠിപ്പിച്ച ഗുരു എന്ന നിലയിലാകും അദ്ദേഹത്തെ കാലം വിലയിരുത്തുക. എങ്ങനെയാണ് മതത്തിൻ്റെ മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയത്? എത്ര ദൂരത്തു പോയാണെങ്കിലും നിങ്ങൾ അറിവ് സമ്പാദിക്കണമെന്നും അനാഥരോട് കരുണയോടെ പെരുമാറണമെന്നുമുള്ള പ്രവാചക വാക്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മർക്കസ് സ്ഥാപനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇത് മനസ്സിലാകും.
അരനൂറ്റാണ്ടോളം വരുന്ന പ്രവർത്തന പാരമ്പര്യമുണ്ട് അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മർക്കസ് സ്ഥാപനങ്ങൾക്ക്. ഏതെങ്കിലും പ്രത്യേക മേഖലയിലോ പ്രദേശത്തോ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമായോ ഒതുങ്ങി നിൽക്കുന്നതല്ല മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ. മർക്കസിൻ്റെ കീഴിൽ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട്, നിരവധി ആശുപത്രികളുണ്ട്, നിയമസഹായ സ്ഥാപനങ്ങൾ, ആതുര സേവന കേന്ദ്രങ്ങൾ, ഇവയെല്ലാം മർക്കസിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുജന സേവനം തുടങ്ങിയ മേഖലകളിലെല്ലാം ഫലപ്രദമായി മർക്കസ് ഇടപെടുന്നു. കേവലം വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതിലുപരി ജീവിതം കെട്ടിപ്പടുക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതുകൂടി ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച നോളജ് സിറ്റി ശ്രദ്ധേയമായ ഒരു ഉദ്യമമാണ്. അറിവ് ലഭ്യമാക്കുന്നതിലും ആതുര സേവനത്തിലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് മർക്കസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. അതിനെക്കുറിച്ചുള്ള വിശദമായ ചിത്രമാണ് ഈ പുസ്തകം പകർന്നു നൽകുന്നത്. ഏതായാലും മതനിരപേക്ഷതയോടുള്ള ആഭിമുഖ്യം എല്ലാ കാലത്തും കാത്തുസൂക്ഷിക്കാൻ കാന്തപുരം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രസക്തവും അർത്ഥപൂർണവുമാകുന്നുണ്ട് ഈ വർത്തമാനകാല സാഹചര്യത്തിൽ. ശ്രീ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയായ വിശ്വാസപർവത്തിൻ്റെ പ്രകാശനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.